ജൂൺ മാസത്തിൽ എന്നോട് ഒരു മാധ്യമ സുഹൃത്ത് ഒരു പ്രോഗ്രാമിന് മുമ്പിൽ ചോദിച്ചു, കേരള രാഷ്ട്രീയം അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്താണെന്ന് ജൂൺ മാസത്തിൽ എന്നോട് ചോദിച്ച ഒരു കാര്യം ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഒരു വാക്കിൽ കേരള രാഷ്ട്രീയം ഈ CPM-ഉം കോൺഗ്രസ് ഇതുവരെ ചെയ്ത രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് അപകടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണ്. ഈ അപകടം എന്ന് പറഞ്ഞാൽ അപകടത്തിന്റെ എന്ന് പറഞ്ഞാൽ അഴിമതിയും അനാസ്ഥയും, എന്ന് പറഞ്ഞാൽ പ്രീണ രാഷ്ട്രീയം, അതിനൊപ്പം കടം. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കടമില്ലാണ്ട് നടക്കുന്ന ഒരു സ്ഥിതി കൊണ്ടുവച്ചത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ CPM-ഉം കോൺഗ്രസും ആണെന്ന് നമുക്ക് കൃത്യമായി എല്ലാവർക്കും അറിയാം. ഈ അപകടം, അഴിമതിനെ കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അഴിമതി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ശാപം, ജനങ്ങളുടെ വികസനത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയ ശാപം, നാടിന്റെ സാധ്യത ബാധിക്കുന്ന ഏറ്റവും വലിയ ശാപമാണ് അഴിമതി. പണ്ട് കാലത്ത് ഈ അഴിമതി എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് ചെയ്യുന്ന കാര്യമാണ്, ലെഫ്റ്റ് ഒരു അക്രമ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ 2004 UPA സർക്കാർ ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്ത CPM, UPA സർക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും CPM-ന്റെ സർക്കാരായിരുന്നു. രാജ്യത്തിൽ ഏറ്റവും വലിയ അഴിമതി നടന്ന ആ കാലത്ത് CPM-ഉം കോൺഗ്രസും പങ്കാളികളായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ നാട്ടില് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന ശേഷം കോൺഗ്രസിന്റെ ഒപ്പം ഒരു മത്സരം, അഴിമതിയുടെ മത്സരം നടത്തുന്ന പാർട്ടിയാണ് CPM. നമ്മൾ എത്രയോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർണ്ണ സ്മഗ്ലിംഗ്, എക്സാലോജിക്കില് ഒന്നും ചെയ്യാണ്ട് കാശ് വരുന്നത്, ഇതെല്ലാം നടന്നത് കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ കാലത്തിൽ ഇതെല്ലാം നടന്നു. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ 5-6 ദിവസം ന്യൂസ് കേട്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം. ഇവരെ അഴിമതി, ശരി, ബിസിനസ്സുകാര് അവിടുന്ന് കാശ് തട്ടിക്കുന്നു, പാവങ്ങളും SC/ST സ്കീമിൽ നിന്ന് കാശ് തട്ടുന്നു, ഗവൺമെന്റ് സ്കീമിൽ നിന്ന് കാശ് തട്ടുന്നു. അതെല്ലാം വിട്ട് ഇനിയിപ്പോ അമ്പലങ്ങളും പോയി അവിടുത്തെ സ്വർണങ്ങൾ കക്കാൻ, കൊള്ളയെടുക്കാൻ ചെയ്യുന്ന ഒരു പാർട്ടി CPM ആണെന്ന് ഇന്ന് തെളിവ് ആയിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോ അഴിമതി ഒരു ശാപമാണ്, അത് ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോ വിശ്വാസികളെയും ബാധിക്കുന്നത് CPM-നും കോൺഗ്രസിന്റെ അഴിമതിയാണെന്ന് കൃത്യമായി നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്നു. ഇതിനെക്കുറിച്ച് BJPക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ വഴി ഞാൻ സാധാരണക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ അയ്യപ്പ സംഗമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കൃത്യമായ ഒരു പോയിന്റ് പറഞ്ഞു. ദേവസ്വം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വിടില്ല, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവും. വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് വിശ്വാസികളുടെ കയ്യിൽ ആണ് ഈ ദേവസ്വം ബോർഡും, ദേവസ്വത്തിൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുന്ന ഒരു ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു, ഇല്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഈ ദേവസ്വം കൺട്രോൾ പോവില്ല. അപ്പൊ അത് എന്തുകൊണ്ട് പറയുന്നു? ഇപ്പൊ കൃത്യമായി മനസ്സിലായല്ലോ. ശബരിമലയിൽ നടക്കുന്നത് ഇത് എപ്പോ തുടങ്ങി, ആര് തുടങ്ങി, എങ്ങനെ തുടങ്ങി, ഏത് ലെവലിൽ വരെ പോയിട്ടുണ്ട്, അതൊന്ന്. ഇത് ശബരിമലയിൽ മാത്രമാണോ, വേറെ എല്ലാ അമ്പലത്തിലും ഇങ്ങനെ നടന്നിട്ടുണ്ടോ, അതൊരു മറ്റൊരു പ്രശ്നം.